കേരളത്തിൻ്റെ തലസ്ഥാന നഗരിയായ തിരുവനന്തപുരത്തോട് ചേർന്ന് കിടക്കുന്ന തമിഴ്നാടിൻ്റെ കന്യാകുമാരി ജില്ല. അതിൻ്റെ തുടക്കത്തിൽ തന്നെയുള്ള മാർത്താണ്ഡം. മാർത്താണ്ഡത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ ഒന്നാണ് അരിമന. കേരള തമിഴ്നാട് ബോർഡർ ആയതുകൊണ്ട് തന്നെ മലയാളവും തമിഴും സംസാരിക്കുന്നവരെ നമുക്കിവിടെ കാണാൻ സാധിക്കും. മാർത്താണ്ഡം കന്യാകുമാരി ജില്ലയിലുള്ളവർക്കൊരു പ്രത്യേകതയുണ്ട്. തമിഴ് ഭാഷയും മലയാള ഭാഷയും കൈകാര്യം ചെയ്യാൻ നന്നായിട്ട് അറിയാവുന്നവരാണ്. ഏറെക്കുറെ പേർക്കും മലയാളവും തമിഴും വായിക്കാനും അറിയാമായിരിക്കും. നമ്മുടെ ഈ ബോർഡറിൽ താമസിച്ചു കഴിഞ്ഞാൽ ഒരു പ്രത്യേകത അതാണല്ലോ, രണ്ട് ഭാഷയും നമുക്ക് കൈകാര്യം ചെയ്യാൻ സാധിക്കും. ഇത് ആറ്റൂർ എന്ന് പറയുന്ന സ്ഥലമാണ്. ഇതുവഴിയാണ് ചിതറാൽ മലൈക്കോവിൽ എന്ന് പറഞ്ഞ സ്ഥലത്തോട്ടുള്ള എൻ്റെ യാത്ര. എൻ്റെ നാടിനോട് ചേർന്നുള്ള ഈ സ്ഥലങ്ങളൊക്കെ യാത്ര ചെയ്യുമ്പോൾ വല്ലാത്തൊരു നൊസ്റ്റാൾജിയ ഫീൽ. തിരുവനന്തപുരത്ത് നിന്ന് വരുന്നവർക്ക് മാർത്താണ്ഡം എന്ന സ്ഥലത്ത് വന്നിട്ട് വേണം ഇങ്ങോട്ട് വരാനായിട്ട്. എൻ്റെ നാടിനടുത്തായതുകൊണ്ട് തന്നെ ഞാൻ അരിമന ആറ്റൂർ വഴിയാണ് ഇവിടെ വന്നത്. റൂട്ട് മാപ്പ് വഴി വരുന്നതായിരിക്കും കുറച്ചുകൂടി എളുപ്പം. ലൊക്കേഷൻ അവസാനിക്കുന്നിടത്ത് തന്നെ വലിയൊരു ആർച്ച് കാണും. അപ്പോൾ ഇതാണ് ചിതറാൽ മലൈക്കോവിൽ. എൻട്രൻസിൽ നിന്ന് അകത്തോട്ട് പോകുമ്പോൾ തന്നെ പാർക്കിംഗ് ഏരിയ നമുക്ക് കാണാൻ പറ്റും. ബൈക്കിനും കാറിനും പാർക്കിംഗ് സ്പേസ് ഉണ്ട്. 10 രൂപയാണ് അവർ പാർക്കിംഗ് ഫീസായിട്ട് ഈടാക്കുന്നത്. രാവിലെ 8-നും വൈകിട്ട് 5-നും ഇടയ്ക്കാണ് സന്ദർശന സമയം. ജൈനിസത്തിൻ്റെ ചരിത്രം ഉറങ്ങുന്ന മണ്ണാണ് ചിതറാൽ മലൈക്കോവിൽ. ചിതറാൽ ഗുഹാക്ഷേത്രം, ദേവീക്ഷേത്രം, ചിതറാൽ ജൈനക്ഷേത്രം എന്നിങ്ങനെ അറിയപ്പെടുന്നു. 24 ദിഗംബരന്മാരുടെ ശില്പങ്ങൾ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ കീഴിൽ വരുന്ന ഈ സ്ഥലത്തിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. പ്ലീസ് വാച്ച്.